പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിന് എയിമുണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അതിനെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അതെന്തൊക്കെയാണ്. അപ്പോൾ അത് ഓരോന്ന് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകാം. അതിലാദ്യമാണ് പ്രോഫിറ്റ് ഏണിംഗ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഓഫ് ദ ബിസിനസ്സാണ്. ബിസിനസ്സിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ലേ, ആ ബിസിനസ് അധികം നാളും കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മരിച്ചു പോകും. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ പ്രോഫിറ്റ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ പ്രോഫിറ്റ് കൂടുതൽ കിട്ടാനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ചില കാര്യങ്ങളുണ്ട്. അതിലാദ്യം വരുന്ന ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ്. നല്ലൊരു കസ്റ്റമർ ബേസ് നമ്മൾ ഉണ്ടാക്കണം. നല്ലൊരു കസ്റ്റമർ ബേസ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റും സർവീസസും വേണം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ. ഓക്കെ, അവർക്ക് ആവശ്യമനുസരിച്ച്, അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങളനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റും സർവീസസും നമ്മൾ അവരാഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കാൻ നമുക്ക് പറ്റണം. കണ്ടിന്യൂസ് ഇന്നോവേഷൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് സർവീസസും നമ്മൾ ഇറക്കുമ്പോൾ, മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഒരേപോലെ ആയിരിക്കരുത്. നമ്മൾ നേരത്തെ ഇറക്കിയതുപോലെ തന്നെ ആയിരിക്കണം. അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. എന്നാൽ മാത്രമേ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടുകയുള്ളൂ, കസ്റ്റമർ ആ സാധനങ്ങൾ മേടിക്കുകയുള്ളൂ. ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കാനും അതിൽ നമുക്ക് റിസോഴ്സസ് വേണം. ഓക്കെ, അപ്പോൾ ആ റിസോഴ്സസ് മാക്സിമം നല്ല രീതിയിൽ അതിൽ ഉപയോഗിക്കാൻ പറ്റണം ആ ബിസിനസ്സിന്. ഓക്കെ, ഇനി അടുത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സാണ്. ഇനി ഇതിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് 3 വരും. പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ്. നല്ല ഗുഡ്സും സർവീസസും, നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സും സർവീസസും നമ്മൾ കൊടുക്കുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഒരു ബിസിനസ്സിൽ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഡോപ്ഷൻ ഓഫ് ഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുക, കസ്റ്റമേഴ്സിന് വേറെ ആരെയും പറ്റിക്കാതെ ഇരിക്കുക. ഓക്കെ, ഓരോ റൂൾസും റെഗുലേഷൻസും അനുസരിച്ച്, ഗവൺമെൻറ് ഉണ്ടാക്കിയ റൂൾസും റെഗുലേഷൻസും അനുസരിച്ച് നമ്മൾ കച്ചവടം ചെയ്യുക. കോൺട്രിബ്യൂഷൻ ടു ജനറൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. എന്തെങ്കിലും നമ്മൾ സൊസൈറ്റീൻ്റെ ഒരു നന്മയ്ക്ക് അല്ലെങ്കിൽ വെൽഫെയറിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് വേണം. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇക്കണോമിക് വെൽബീയിങ് ഓഫ് ദ എംപ്ലോയി. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ കുറച്ച് സ്റ്റാഫുകൾ, കുറച്ച് പേരുണ്ടാവും നമ്മളെ സഹായിക്കാനായിട്ട്. അപ്പോൾ അവരുടെ വെൽബീയിങ്, അവരുടെ എക്കണോമിക് വെൽബീയിങ് എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലിക്കുള്ള കറക്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി അവർക്ക് നമ്മൾ കൊടുക്കുക. ഓക്കെ, അവരെ നമ്മൾ പറ്റിക്കാതെ ഇരിക്കുക. സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ് മാനസികമായിട്ട് നമ്മളുടെ കൂടെ ജോലി ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അവർക്ക് സമാധാനം ഉണ്ടെങ്കിൽ അവർ കാലാകാലം നമ്മളുടെ കൂടെ നിന്നോളും, നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്തോളൂ. ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അവർക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഗ്രോ ചെയ്യണം ആഗ്രഹം എല്ലാ ഹ്യൂമൻസിനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്ത് വ്യത്യാസമാണ് ഇതിനു മുമ്പ് നമുക്കുണ്ടായെന്നാണ്. നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മളതാണ് ആദ്യം നോക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെയാണ്. നമ്മൾ ജോലി ചെയ്ത സ്ഥലത്ത് നമുക്ക് അതിനെക്കുറിച്ച് പ്രോപ്പർ ട്രെയിനിങ് തന്നു, എല്ലാം തന്നു. അപ്പം നമ്മൾ ഗ്രോ ആയി. ഇനി അടുത്തത് നാഷണൽ ഒബ്ജക്റ്റീവ്സ്, ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. എല്ലാ ബിസിനസ്സും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണം. കാരണം ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരെങ്കിലും ഒരു സഹായം വേണ്ടി വരും, എംപ്ലോയിൻ്റെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ സഹായം വേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ അവർക്കൊരു ജോലി കൊടുക്കുകയാണ്. ഇനി പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. നമ്മൾ എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളുടെ കമ്പനിയിൽ ജോലിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ ഫിനാൻഷ്യലും ഓവറോൾ ഡെവലപ്മെൻറ്റുമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, കാരണം അതിനു വേണ്ടിയാണ് അവർ ജോലിക്ക് വരുന്നത്. ജോലിക്ക് വേണ്ടി എല്ലാവരും വരുന്നത് ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, വേറെയും പല കാര്യങ്ങളും അതിലുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ്
ആസ് എ ഹ്യൂമൻ, ആസ് എ സിറ്റിസൺ നമുക്ക് കുറേ ഡെവലപ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. മാനസികപരമായിട്ടും വേറെ കാര്യത്തിലായാലും ജോലിപരമായിട്ട് എല്ലാത്തിലും നമുക്ക് ചില ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഉയർച്ച നമുക്ക് വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ വരുന്നത്. പ്രൊഡക്ഷൻ അക്കോർഡിംഗ് ടു നാഷണൽ പ്രയോറിറ്റി. ഒരു കൺട്രിക്ക് എന്താണ് ആ സമയത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റും സർവീസസും വേണം നമ്മൾ ഉണ്ടാക്കാൻ. കോൺട്രിബ്യൂട്ട് ടു ദ റവന്യൂ ഓഫ് ദ കൺട്രി. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രീൻ്റെ റവന്യൂവിന് വേണ്ടി നമ്മളുടെ ഒരു പങ്ക് നമ്മൾ കൊടുക്കണം. അതായത് ടാക്സ്, പല ടാക്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾ ഈ ഒരു ബോക്സ് ഇത് തന്നെ നിങ്ങൾ വരച്ചു വെച്ചിട്ട് ഇതിലുള്ള പോയിൻറ്റ്സൊക്കെ കുറച്ചായിട്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണ കേട്ടിട്ട് നിങ്ങൾ കുറച്ച് 1-2 പോയിൻറ്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. എപ്പോഴും ഈ ഒരു ഫിഗർ, ഞാനിപ്പോൾ സർക്കിൾ ചെയ്തേക്കണ ഈ ഒരു ഫിഗർ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.